ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബസ്സാണ് കേട്ടോ, ബ്ലെസ്സിമോൾ. അപ്പോൾ ഇവത്തെ നമുക്കൊരു 3 പേരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വളകോടിന് വന്നതാണ് കേട്ടോ. അവരെയൊക്കെ നമ്മൾ ആ ബസ്സെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ കാണുന്നത് പറയുന്നത് നമ്മുടെ കോതവാർ പള്ളിയാണ് കേട്ടോ. രാവിലെ ചെറിയൊരു ചാറ്റമഴയുണ്ട്, കോടമഞ്ഞുണ്ട്. ഈ രാജഗിരി പള്ളിയാണ് കേട്ടോ എൻ്റെ ഇടവക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റിന് തൊട്ട് ഇപ്പുറം വന്നപ്പോഴത്തേക്ക് എസ്ര ബസ് വന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വഴിക്കൊക്കെ വീതി കുറവ്, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒതുക്കി നിർത്തും ബസ്സൊക്കെ വരുമ്പോൾ, കാരണം അവർക്ക് സമയം പോകുമല്ലോ. അപ്പോൾ എസ്രേനെയും പറഞ്ഞു വിട്ടിട്ട് നമ്മൾ കിഴുകാനത്ത് വന്നപ്പോഴത്തേക്കും കളം ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം സ്റ്റാൻഡിലെല്ലാം വണ്ടിയും ഉണ്ട്, ആർക്കും ഇന്ന് ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്ത് തീരുമാനിച്ചു, നമുക്ക് ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ പരിസരമൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികളൊക്കെ വന്ന് വെയിറ്റിംഗ് ഷെഡിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ ബസ്സിന് പോകാനുള്ളവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ തന്നെ ഇടുന്ന മിഠായി കവറും ലേസും ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെയാണ് കൂടുതൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കഴുകിയൊന്നുമില്ല, എന്നാലും ഈ രീതി വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഓട്ടം കിട്ടി കേട്ടോ. ഇത് എന്താണെന്നറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കാട്ടിലൊക്കെ ഉള്ളതാണ്. ഇത് കിലോ 20 രൂപയ്ക്കാണ് പച്ചയ്ക്ക് എടുക്കുന്നത്. ഇതിങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു 14 ദിവസമോ 15 ദിവസമൊക്കെ ഒഴുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ഇത് പുട്ടുണ്ടാക്കിയും അതുപോലെ പുഴുങ്ങിയൊക്കെ കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കൊടുത്ത് അവർ 2 പേര് പോയി പറിച്ച് കേട്ടോ. 100 കിലോ ഉണ്ടായത്, 2000 രൂപയ്ക്ക് പോണത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കളിത്തവൻ കട്ടപ്പനയ്ക്ക് പോകാനായിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ കയറി പോയി ചോറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഓട്ടം കൂടെ കിട്ടി. ആലടിയിലുള്ള ചിപ്സൊക്കെ ഉണ്ടാക്കുന്നവരടുത്തോട്ട് ചക്ക കൊണ്ടു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.